കേരളത്തിലൊരു പുതിയ സംഭവം അരങ്ങേറിയിരിക്കുന്നു. അതാണ് പ്രധാനമായിട്ട് ചർച്ച ആവുന്നത്. കാപ്പ കേസിലെ പ്രതിയായ ഒരു BJP കൗൺസിലർ ജയിലിൽ സത്യപ്രതിജ്ഞ നടത്തിയിരിക്കുന്നു. അപ്പോൾ ഇതിന് സത്യപ്രതിജ്ഞ കഴിഞ്ഞു. ഇനി എപ്പോ കൗൺസിലറായിട്ട് അല്ലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കേണ്ട ഒരു കൗൺസിലർ എപ്പോ പുറത്തു വരും എന്നുള്ളതാണ് അറിയുന്നത്. അതിനു പകരം 6 മാസത്തേക്ക് അവധിക്ക് അപേക്ഷിച്ചിരിക്കുകയാണ് മേയറുടെ അടുത്ത്. 6 മാസത്തേക്ക് വ്യക്തമായ കാരണമുണ്ടെങ്കിൽ നിയമം അവധി നൽകാമെന്നാണ് പറയുന്നത്. അത് കൂടുതൽ നിയമോപദേശങ്ങളൊക്കെ തേടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരാൾ ലീവ് എടുത്തു പോകുന്ന അല്ലെങ്കിൽ ജയിലിൽ പോയ ഒരാൾ ഇനി ഇത്രയും കാലം ജനങ്ങളെ സേവിക്കാൻ എന്തായാലും എത്തുന്നില്ല. അപ്പൊ അങ്ങനെ ഒരാൾ കൗൺസിലർ ആയിരിക്കാൻ ശരിക്കും യോഗ്യനാണോ? എന്തിനാണ് വെറുതെ ഈ നാടകം കളിക്കുന്നത്? അല്ല, അങ്ങനെ ഒരാൾ കൗൺസിലർ ആയിരിക്കാൻ യോഗ്യനാണോ എന്ന ചോദ്യത്തിന് യോഗ്യനാണെന്നും അല്ലെന്നും അഭിപ്രായം, അല്ലെങ്കിൽ അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്നത് പോലെയാണ് ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം യോഗ്യനാണോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പല കേസുകൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ അദ്ദേഹത്തെ കൗൺസിലറായി തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ജനഹിതമാണ് അദ്ദേഹം കൗൺസിലറായി ഇരിക്കുക എന്നുള്ളത്. അതിൽ നിന്ന് നമുക്ക് അദ്ദേഹത്തെ നീക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നുവെങ്കിൽ അദ്ദേഹം സ്വാഭാവിക നടപടി എന്ന് പറഞ്ഞാൽ അസാധുവാകുമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം വിജയിച്ചത് ഒരു തെരഞ്ഞെടുപ്പിലേക്ക്, ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വേണ്ട എന്ന് കോടതി നിരീക്ഷിക്കുമ്പോൾ കോടതി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ജനഹിതം അദ്ദേഹം കൗൺസിലർ ആയിരിക്കുക എന്നുള്ളതാണ്. ഇനി ജനഹിതം മാറിയോ ഇല്ലയോ എന്ന് നമുക്ക് തിരുവനന്തപുരത്തുകാർക്കേ അറിയാം, അല്ലെങ്കിൽ കേരളത്തിലെ മറ്റാര് ആ ജനഹിതം മാറ്റിയാലും തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് അവർക്ക് സുഗതൻ എന്ന കൗൺസിലർ വേണോ വേണ്ടയോ എന്നുള്ളത്. ഇനിയിപ്പോ വേണ്ട എന്നൊരു അഭിപ്രായമാണെങ്കിലും അതിപ്പോ എനിക്ക് തോന്നുന്ന ഒരു പരാജയം, ജനാധിപത്യത്തിന് ഒരു പരാജയമാണെന്ന് എനിക്കൊരു തോന്നലുണ്ട്. 5 വർഷം വരെ സഹിക്കേണ്ടി വരിക. അതെ, മേയർ ഇന്നത്തെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ മേയർ പറഞ്ഞിരിക്കുന്നത്, അതായത് VV രാജേഷ് പറഞ്ഞിരിക്കുന്നത് 5 വർഷം എന്തായാലും BJP ഭരണം തുടരും തിരുവനന്തപുരം കോർപ്പറേഷനിൽ. അതിലൊരു മാറ്റവും ഉണ്ടാകാൻ പോകില്ല. ഇതില് പിന്നെ ഭരണം തെറിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും നടക്കില്ല. അപ്പൊ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഈ കാപ്പ കേസിൽ പ്രതി അത്രയും കാലം ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ പിന്നെ കൗൺസിലറായി തന്നെ തുടരും എന്നുള്ളൊരു. അതിലേക്ക് പോകാനാകില്ല. സ്വാഭാവികമായും 6 മാസം ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ വീണ്ടും നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പ്രതിപക്ഷത്തുള്ള LDF-ഉം UDF-ഉം പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് വരും. ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ കോടതിയെ സമീപിച്ചാൽ അസാധുവാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് നമുക്ക് പറയാനാകില്ല. ഇദ്ദേഹത്തിന് എത്ര നാൾ ഇദ്ദേഹം ജയിലിൽ കിടക്കുമെന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. 6 മാസത്തെ അല്ലെങ്കിൽ 6 മാസത്തേക്കുള്ള അപേക്ഷയാണ് നൽകിയിരിക്കുന്നത്. അത് പരിഗണിക്കുന്നുണ്ട്. സ്വാഭാവികമായും മേയറൊക്കെ അനുകൂലമായിട്ടൊരു നിലപാടെടുക്കാനേ, മറിച്ച് ഇപ്പോൾ UDF-ന്റെയോ LDF-ന്റെയോ ഒരാളായിരുന്നു മേയർക്ക് കത്ത് നൽകിയത്, എന്തെങ്കിലുമൊക്കെ കാരണം കാണിച്ചുകൊണ്ട് തള്ളിക്കളയാം, അല്ലെങ്കിൽ കത്ത് തള്ളിക്കളയാനുള്ള ഒരു സാധ്യത. പക്ഷെ ഭരണപക്ഷത്തുള്ള ആള് തന്നെയാണ്. അപ്പൊ എന്തായാലും നിലനിർത്തിയേ പറ്റുള്ളൂ. തള്ളിക്കളഞ്ഞാൽ വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇദ്ദേഹം തള്ളിപ്പോവുകയാണെങ്കിൽ BJP-യുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം ഏത് അവസ്ഥയിലാകുമെന്നുള്ള ഒരു ആശങ്ക ഉള്ളത് കൊണ്ട് തന്നെ മാക്സിമം അവർ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഒപ്പം നിർത്തിക്കൊണ്ട് തന്നെ പോകാനാകും. അതുപോലെ തന്നെ VV രാജേഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, ആ കോർപ്പറേഷൻ പരിധിയിലുള്ളവർക്ക് അല്ലെങ്കിൽ സുഗതന്റെ കോർപ്പറേഷനിലുള്ളവർക്ക് കൗൺസിലർ ഇല്ല എന്നൊരു വിഷമം ഉണ്ടാകില്ല, ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കുന്നതാണ്. അതിന്റെ അകത്ത് അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നൊരു ചോദ്യമുണ്ട്. ഒരു കോർപ്പറേഷൻ പരിധി എന്ന് പറയുന്നത് ഒരു കൗൺസിലർക്ക് തന്നെ ഓടിയെത്താൻ പലപ്പോഴും കഴിയാറില്ല. തിരുവനന്തപുരത്തൊക്കെ വരുമ്പോൾ പല സ്ഥലത്താണ് ഈ കോർപ്പറേഷൻ, അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു രൂപരേഖയിലല്ല ഇത് കിടക്കുന്നത്, പലതും പല സ്ഥലത്താണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ അത്രയും ഓടിയെത്താൻ VV രാജേഷ് മാത്രമല്ല മേയറെ പോലെ ഒരാള്, കാരണം തിരുവനന്തപുരം നഗരസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേറെ സംഭവങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്ത് ഈ ഒരു കൗൺസിൽ പുള്ളി ആ മേയറുടെ VV രാജേഷിന്റെ ഡിവിഷൻ നോക്കുന്നത് കൂടാതെ മറ്റൊരാളുടെ ഡിവിഷൻ കൂടി നോക്കണം. അതൊന്നും അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. പലപ്പോഴും ഞാനിപ്പോൾ കുറ്റപ്പെടുത്തി പറയുകയല്ല, പല സ്ഥലങ്ങളിലും മേയർക്ക് സ്വന്തം ഡിവിഷൻ അല്ലെങ്കിൽ സ്വന്തം ഡിവിഷനിലെ കാര്യങ്ങൾ പോലും നോക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരാം. ജനങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുക മേയർ ആയതുകൊണ്ട് ഇവിടെ എത്താൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം. പക്ഷെ അതുപോലെ അല്ല, മറുവശത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് പറയാം. ഇതൊക്കെ ഒരു ഭംഗിവാക്കാണ്. നമുക്കറിയാം ഇതൊക്കെ എത്രത്തോളം നടക്കില്ല എന്നുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് തന്നെ അറിയാം. എന്നാൽ പല കാര്യങ്ങളും എന്തായാലും ആദ്യത്തെ ഒരു മാസമൊക്കെ സജീവമായി തന്നെ ഇദ്ദേഹം VV രാജേഷ് നിൽക്കും. കാര്യം ജനങ്ങളെ ഒപ്പം നിർത്തുക എന്നുള്ളത് അവർക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ സുഗതൻ എന്ന കൗൺസിലർക്കെതിരെ ഇപ്പോൾ കാപ്പ കേസുണ്ട്. കൗൺസിലർ അല്ലെങ്കിൽ BJP കൗൺസിലറാണ്. സുഗതൻ എന്ന വ്യക്തിക്ക് അപ്പോഴത്തേക്ക് BJP കൗൺസിലറാണ്. അപ്പോൾ BJPക്ക് അവിടെ അടിപതറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ എത്തും. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു മാസമൊക്കെ എന്തായാലും നന്നായി ഇവരെല്ലാം നോക്കി നടത്തും. പക്ഷെ അത് കഴിയുമ്പോൾ മേയർക്കും മേയറുടേതായ ഒരുപാട് ജോലികളുണ്ട്. അതിന്റെ ഇടയിൽ കോർപ്പറേഷനിൽ ഇനിയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ അരങ്ങേറാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം മുൻനിർത്തിക്കൊണ്ട് നോക്കുമ്പോൾ ഇതൊക്കെ അത്ര എളുപ്പമാണോ എന്നൊരു ചോദ്യമുണ്ട്. ഇനി മറുവശത്ത്
UDF പറയുന്നത്, അല്ലെങ്കിൽ UDFന്റെ സൈബർ ഹാൻഡിലുകൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശബരിനാഥിന്റെ വിജയമാണിത്. എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കയറ്റാൻ, അല്ലെങ്കിൽ സുഗതനെ കോർപ്പറേഷനിലേക്ക് വരാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ശബരിനാഥിന്റെ വിജയമാണിത്. അസാധുവാക്കാനൊന്നും കഴിയില്ലായിരുന്നു, അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യാതിരിക്കാൻ കഴിയില്ലായിരുന്നു എന്നറിയാം. എന്തായാലും ചെയ്യുമെന്നറിയാമായിരുന്നു. അത് പക്ഷേ കോർപ്പറേഷനിൽ വെച്ച് നടത്താതിരുന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കഴിവാണ് എന്ന് പറഞ്ഞാണ് UDFന്റെ സൈബർ ഹാൻഡിലുകൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. LDF പറയുന്നത് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു കോർപ്പറേഷനാണ്, അത് BJPക്ക് കൊടുത്ത ജനങ്ങൾ ഇപ്പോൾ ഖേദിക്കുന്നു എന്ന രീതിയിലാണ്. സത്യത്തിൽ അവിടെ ഒരു ഖേദ പ്രകടനത്തിന്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറുവശമാണ്. എന്തായാലും BJP ചരിത്രത്തിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായിട്ടാണ് സത്യപ്രതിജ്ഞ ജയിലിൽ നടക്കുന്നത്. അപ്പോൾ BJP ചരിത്രത്തിന്റെ ഭാഗമായി. പക്ഷെ അപ്പോഴും BJP ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊരു നാണം കെട്ട ചരിത്രമാണോ സൃഷ്ടിക്കുന്നത്. ഇതിനിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമാണ് BJP ഹാൻഡിലുകൾ തരുന്നതാണ്. ഇപ്പൊ മനസ്സിലായോ BJPയെ ശരിക്കും? അതായത് കാപ്പാബ് കേസിൽ പ്രതിയാണെങ്കിൽ പോലും ജയിലിൽ പോയിട്ടാണെങ്കിലും സത്യപ്രതിജ്ഞ അധികാരം നിലനിർത്തും എന്നുള്ളൊരു വെല്ലുവിളി മനസ്സിലായോ BJP എന്നുള്ളത്? അത് ഏത് തരത്തിൽ നീങ്ങിയെങ്കിലും ഭരണം നിലനിർത്തുന്നുള്ളൊരു രീതിയാണ്. ഏത് തരത്തിൽ നീങ്ങിയെങ്കിലും ഭരണം അതിന്റെ അകത്ത് രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന് എന്ന് പറയുന്നത്, കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമായി പറഞ്ഞത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളാണ്, അതുകൊണ്ട് മാത്രമാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന വ്യക്തിക്ക് ഒരു പ്രിവിലേജും നൽകുന്നില്ല. അതുകൊണ്ട് ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ചാണ് കോടതി മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നു. ഈ സൈബർ ഹാൻഡിലുകൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെയാണെങ്കിലും അധികാരം നിലനിർത്തുമെന്ന് പറയുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കൂടി കൊടുക്കുന്നുണ്ട്. കോടതിയും ഞങ്ങൾക്കൊപ്പമാണ്, കേന്ദ്ര ഭരണം ഞങ്ങൾക്കൊപ്പം ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്നത് ഞങ്ങളായതുകൊണ്ട് ഞങ്ങൾക്കൊപ്പമാണ് കോടതി എന്നൊരു തെറ്റായ ധാരണ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു നിയമത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ജയിലിൽ നടത്തിയപ്പോൾ പറയുന്നത് കൂറും ഈ സത്യപ്രതിജ്ഞ വലിയ വാക്കുകളൊക്കെ ചേർത്തുകൊണ്ടാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നിയമവ്യവസ്ഥയോട് കൂറും ഇത് പുലർത്തുമെന്ന് പറയുന്നു, അതേ സ്ഥാനത്ത് ജയിലിൽ വെച്ചാണ് ഇത് നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വാദങ്ങൾ അങ്ങോട്ട് കൊണ്ടു. ചരിത്രം എന്ന് പറയുമ്പോഴും കേരളത്തിൽ ഇതുവരെയും ആരും ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും ഇത് ഒരു ജനാധിപത്യ രീതിയിൽ ആഘോഷിക്കേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ജനാധിപത്യ രീതിയിൽ, ഒരു ജനാധിപത്യ രാജ്യമാണ്, ജനാധിപത്യ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നതെന്ന് പറയുമ്പോൾ പോലും BJP ഹാൻഡിലുകൾ സന്തോഷിക്കുന്നത് പോലെ ഇത് ആഘോഷിക്കേണ്ട കാര്യമല്ല. ഇത് നമ്മുടെ പരാജയം കൊണ്ടാണ്. അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ, അദ്ദേഹത്തിന് രാഷ്ട്രീയമായി കേസുകൾ ഉണ്ടാകാം, രാഷ്ട്രീയപരമായി പല ആളുകൾക്കും, പല ഇപ്പോൾ നിലവിലുള്ള മന്ത്രിമാർക്ക് കേസുകളുണ്ട്, MP മാർക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അത്തരം രാഷ്ട്രീയപരമായിട്ടുള്ള കേസുകൾ പോലെ അല്ല കാപ്പ കേസിലേക്ക് 6 മാസം അകത്ത് കിടക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അവിടുത്തെ ജനങ്ങളാണ് ബുദ്ധിമുട്ടാൻ പോകുന്നത്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം കൗൺസിലർ എന്ന് പറയുന്നത്. ആ ആളിനെ ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയുന്നത്, കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ജനങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു ഇദ്ദേഹത്തിന്റെ പേരിൽ കേസുണ്ടെന്ന്. പക്ഷേ ജനങ്ങൾ ആരും വിചാരിച്ചിരുന്നില്ല കൗൺസിലറായി കഴിയുമ്പോൾ ഇദ്ദേഹം 6 മാസം ജയിലിലാകുമെന്ന്. ഞങ്ങളുടെ ചെറിയ കൗൺസിലർമാരും പഞ്ചായത്ത് മെമ്പറോടൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളുമായിട്ടാണ് സാധാരണക്കാർ ചെല്ലുന്നത്. അതിന് മുകളിലേക്ക് സാധാരണക്കാർ പോകില്ല. അല്ലെങ്കിൽ ഇപ്പൊ പഞ്ചായത്ത് എടുത്താലും കോർപ്പറേഷനൊക്കെ എടുത്താലും കൗൺസിലറോട് പറഞ്ഞ് അവരെ കൊണ്ട് നടത്താൻ കഴിയാത്ത കാര്യങ്ങൾക്ക് മാത്രമാണ് മുകളിലേക്ക് പോകുക. അതും ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ്. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സുഗതൻ ഇല്ലാതിരിക്കുമ്പോൾ, സുഗതൻ അല്ലെങ്കിൽ ആ ഡിവിഷനിലുള്ളവർ ഒരുപാട് ബുദ്ധിമുട്ടും. PV രാജേഷ് എന്ന മേയർ എന്ത് മാജിക് കാണിച്ചാണ് അവരെല്ലാം തൃപ്തിപ്പെടുത്താൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയണം.